സുരേന്ദ്രൻ എന്ന ഞാൻ കേരള നിയമസഭയിലേക്കുള്ള മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. സെറ്റ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. മണ്ഡലത്തിലെ പ്രമുഖ നേതാക്കളായിട്ടുള്ള ശ്രീ കെ വി ഭട്ട്, എ കെ കയ്യാർ, ഗോപാൽ ശെട്ടി, സുനിൽ അനന്തപുരം, ആദർശ് പ്രിയം, വി രവീന്ദ്രൻ, സലീൽ മാസ്റ്റർ, നസീർ മുംബൈ, അസ്ലം, ജയന്ത് പാട്ടാളി തുടങ്ങി പ്രമുഖരായിട്ടുള്ള നേതാക്കൾ, വിജയകുമാർ റായ് എന്നിവർ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ വികസനത്തിൻ്റെ യഥാർത്ഥ മഞ്ചേശ്വരം മണ്ഡലം എങ്ങനെയാണ് കേരളത്തിലെ മാറി മാറി വരുന്ന സർക്കാരുകൾ ആ മണ്ഡലത്തെ പരിഗണിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഞാൻ നാമനിർദ്ദേശ പത്രിക നൽകിയ ഈ താലൂക്ക് ഓഫീസ്. ഒരു സ്വകാര്യ കെട്ടിടത്തിൽ ഇത്രയും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ 60ഓളം ജീവനക്കാരിവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഈ താലൂക്ക് ഓഫീസിൽ 1.5 മാസം വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിരുന്നു. 60 ജീവനക്കാരിൽ സ്ത്രീകളും പ്രായമായവരുമുണ്ട്. ഒരു ടോയ്ലറ്റ് ബാത്റൂം മാത്രമാണ് ഈ കെട്ടിടത്തിനുള്ളത്. കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു താലൂക്ക് ഓഫീസ് കാണുമോ? LDF സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടുള്ള എൻ്റെ സുഹൃത്ത് LDF കാൻഡിഡേറ്റ് ഇവിടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാതെ നേരെ കളക്ടറേറ്റിൽ പോയി നാമനിർദ്ദേശ പത്രിക കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇനി UDFൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ വരുമെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യത്തെ എൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് ഒരു മനോഹരമായിട്ടുള്ള മിനി ഷെയിൽ ഇതുപോലെയാണ് മഞ്ചേശ്വരത്തിൻ്റെ എല്ലാ വികസന കാര്യങ്ങളും ഉള്ളത്. വിദ്യാഭ്യാസമില്ല, അതിനുവേണ്ടി നല്ല സ്കൂളുകളില്ല, കോളേജുകളില്ല, ആശുപത്രികളില്ല, തൊഴിലവസരങ്ങളില്ല, നല്ല റോഡുകളില്ല, പലയിടത്തും വൈദ്യുതി എത്തിയിട്ടില്ല. ഹൈമാസ് ലൈറ്റ് കൊടുത്തതെല്ലാം ഒരു ഏകപക്ഷീയമായിട്ടാണ്. അങ്ങനെ എല്ലാ തരത്തിലും വികസന പ്രതിസന്ധിയാണ് മഞ്ചേശ്വരം. കന്നഡ ഭാഷ സംസാരിക്കുന്നവർക്ക് യാതൊരു പ്രയോജനമില്ല. കന്നഡയും തുളു സംസാരിക്കുന്നവർ ഇവിടെ 2ാം കിട പൗരന്മാരല്ല, അതിന് 3ാം കിട പൗരന്മാരല്ല. ഇവിടുത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം കന്നഡയും തുളു സംസാരിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം. മലയാളം നിർബന്ധമാണ്. പക്ഷേ കന്നഡ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കണമെന്ന് പറയാൻ സർക്കാരിൻ്റെ പ്രതിനിധികളുമില്ല, പ്രതിപക്ഷവുമില്ല. നമ്മുടെ MLA ഒരക്ഷരം അതിനെപ്പറ്റി പറ്റിയില്ല. അത് കന്നഡയിൽ സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ PSC പരീക്ഷ കന്നഡയിൽ എഴുതാൻ പറ്റത്തില്ല. ഒരു സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ ചെന്നാൽ, പഞ്ചായത്ത് ഓഫീസിലോ ചെന്നാൽ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല. കുട്ടികൾക്ക് കന്നഡ പഠിക്കാനുള്ള അവസരങ്ങളില്ല. കന്നഡ ടീച്ചേഴ്സിന് ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രമോഷനുമില്ല. അവർക്കിവിടെ അവസരം കൊടുക്കുന്നില്ല. മലയാള ഭാഷ നമ്മുടെ എല്ലാവരുടെയും ഭാഷയാണ്, കേരളത്തിൻ്റെ മാതൃഭാഷയാണ്. പക്ഷെ കന്നഡ സംസാരിക്കുന്നവർ എന്ത് ചെയ്യും?
അവരെങ്ങനെ പരീക്ഷ എഴുതും? മോദി സർക്കാർ നീറ്റ് പരീക്ഷ പോലും പ്രാദേശിക ഭാഷയിലാക്കി. പക്ഷെ ഇവിടെ PSC പരീക്ഷ എഴുതാൻ കഴിയുന്നത് ഒരു വോട്ടർ പട്ടിക സംസ്ഥാനം അടിച്ചു തരുന്നുണ്ട്. ഞങ്ങളുടെ വോട്ടർ പട്ടിക കിട്ടണം, നമ്മൾ എത്ര ദിവസം കാത്തിരിക്കണം? അപ്പോൾ ഈ പ്രദേശത്തെ സമ്പൂർണ്ണമായിട്ട് അവഗണിച്ചിരിക്കുകയാണ് LDFും UDFും. അതിനെതിരായിട്ടുള്ള ജനവിധിയായിരിക്കും ഇത്തവണ ഉണ്ടാവുക. ഈ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 10 വർഷം മുമ്പ് ഞങ്ങളെ ചതിയിലൂടെ പരാജയപ്പെടുത്തി LDFും UDFും ചേർന്ന്. അതിൻ്റെ ദുരന്ത ഫലം പാവപ്പെട്ട വോട്ടർമാരാണ് അനുഭവിച്ചത്. ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ കാണുന്ന കാര്യങ്ങൾ. അതെ, 3ാമത്തെ നിലയിലാണ്. ഒരു ലിഫ്റ്റുണ്ടോ? എങ്ങനെ നടന്നു പോകും പ്രായമായത്? മനുഷ്യരല്ല. മഞ്ചേശ്വരത്ത് ജനിച്ചുപോയി എന്നുള്ളതുകൊണ്ട് ഒരു മനുഷ്യരല്ല. അത്രയും ഭീകരമായ അവഗണനയാണ് മഞ്ചേശ്വരത്തെ സർക്കാർ ഇവിടുത്തെ എല്ലാം മാറി മാറി. അതിനെതിരായിട്ടുള്ള വികാരമാണ് ഞങ്ങൾ. വാടക ഞാൻ പറഞ്ഞത് വാടക കെട്ടിടത്തിൽ എവിടെയോ വാടക കെട്ടിടാണെങ്കിൽ തന്നെ ഒരു നല്ല കെട്ടിടം ഇന്ന് അടിച്ചു വാരിയിരിക്കുന്നു. നാമനിർദ്ദേശം ഇന്ത്യ ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറയാൻ പറ്റും. അവരെന്ത് ചെയ്യും? ഒരു സൗകര്യം അവർക്ക് കൊടുക്കുന്നില്ല. നരക തുല്യമാണ് ഈ ഇവിടുത്തെ ജീവനക്കാരുടെ അവസ്ഥ. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് മുന്നണികൾ പറയേണ്ടതാണ്. താലൂക്ക് ഓഫീസിന് വേണ്ടിയിട്ട് 3-4 സ്ഥലങ്ങൾ കണ്ടെത്തി. അതൊക്കെ LDFിന്റെ ക്യാപ്സൂളാണ്, പിന്നെ അഷ്റഫിന്റെയും. അതുകൊണ്ട സ്ഥലം കണ്ടെത്താൻ കേരളത്തിൽ ഒരു താലൂക്ക് ഓഫീസിന് സ്ഥലം കണ്ടെത്താൻ കേരളത്തിലെ സർക്കാരിനോ ഇവിടുത്തെ ജനപ്രതിനിധിക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവരത് പറയട്ടെ. നേരത്തെ ഞാൻ കൊടുക്കാനുള്ള സ്ഥലം ഞങ്ങൾ എടുപ്പിച്ച സ്ഥലം ചോദിച്ചിട്ടുണ്ടോ? ആരുടെങ്കിലും നിങ്ങളുടെ ആരുടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എല്ലാം തട്ടിപ്പാണ്, ആളുകളെ കബളിപ്പിക്കുക. CPM ആദ്യഘട്ടത്തിൽ മഞ്ചേശ്വരത്തിൽ പരിഗണിച്ചിരുന്ന ഷാനവാസ് പാദൂരിനെ കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. അതിൽ CPM ഇവിടെ പറഞ്ഞത് ഷാനവാസ് പാദൂർ ഇവിടെ മത്സരിച്ച 1 വർഷം BJPക്ക് സഹായമോ വിലയിരുത്താൻ. അതിപ്പോ എത്ര തവണ ഇങ്ങനെ BJPയെ എനിക്ക് സഹായകമാവും എന്ന് പറഞ്ഞ് അവർക്ക് നിലപാട് ചെയ്യും. ജനങ്ങൾ ഇതെല്ലാം കാണുമല്ലോ. LDFിലെയും UDFിലെയും സാധാരണ മനുഷ്യർ, പച്ചയായ മനുഷ്യർ ഇതെല്ലാം കാണുമല്ലോ. എത്ര തവണ BJPയെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ എവിടെ മാറി? ഞങ്ങൾക്ക് MP ഉണ്ട്, ഞങ്ങൾക്ക് മേയറുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്. എങ്ങനെ കേരളത്തിൽ ഇനി BJPയെ മാറ്റി നിർത്താൻ കഴിയും? അതുകൊണ്ട് ആ കാര്യം ഇത്തവണ ചെലവാവില്ല. കാരണം BJPയെ തോൽപ്പിക്കണം, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്നിക്കണം എന്ന് പറഞ്ഞാൽ അതിന് ഇത്തവണ മഞ്ചേശ്വരത്തെ വോട്ടർമാർ നിന്നു കൊടുക്കില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം, ഇവിടുത്തെ ജനങ്ങളുടെയും വിശ്വാസമാണ്.